ഹായ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിലിപ്പോൾ എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. പക്ഷെ അവളെ കണ്ടിട്ടിപ്പോൾ ഒത്തിരി വർഷമായി. ഒത്തിരി വർഷം വെച്ചാൽ ഒരു 2013 ലാസ്റ്റ് കണ്ടത്. നവംബർ ഡിസംബർ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ പിന്നെ അവൾ കല്യാണം കഴിഞ്ഞു, ട്രിവാൻഡ്രത്തോട്ട് മാറി. പിന്നെ ഞാൻ അതിന് ശേഷം ഒരു 3-4 ഇയേഴ്സിലേക്ക് ഞാനും ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ പിന്നെ ഒരു കണക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. അതേ അവൾ പറഞ്ഞ ലൊക്കേഷനിലെത്തി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു ഓഫീസ്. സർവീസ് സെൻറ്ററാണ്, ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പണ്ട് തോഷിബയുടെ സർവീസ് സെൻറ്ററായിരുന്നു, ഇപ്പോൾ അത് ഡെല്ലും ലെനോവോ ഒക്കെയാണ്. സോ ഞാൻ കയറി, ഭയങ്കര എക്സൈറ്റഡാണ്. ഒത്തിരി വർഷങ്ങളായില്ലേ കണ്ടിട്ട്, അപ്പം കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡാണ്. കയറി ചെന്ന ഉടനെ ബാഗ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അവിടെ അകത്തങ്ങ് ചെന്ന് ഫ്രണ്ട് ഓഫീസിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ അകത്തായിരുന്നു. കണ്ടു, ഭയങ്കര ഹാപ്പിയായി. തടി വെച്ചു അവളും ഇച്ചിരി മെലിഞ്ഞായിരുന്നേ, പക്ഷെ ഇപ്പം ഇത്തിരി തടി വെച്ചു, വയറൊക്കെ വെച്ചു. ഞങ്ങളിങ്ങനെ പരദൂഷണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു മൊമെൻറ്റ്സ് വന്നിട്ട് കുറച്ച് അമ്മു ഫോട്ടോസൊക്കെ എടുത്ത് അത് ഇവിടെ കൊടുക്കുമെന്ന്, ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു എക്സ്പ്രഷൻസൊക്കെ ഉണ്ടായിരുന്നത് കണ്ടപ്പോഴുള്ളൊരു എക്സ്പ്രഷൻ. സോ പിന്നെ അവിടെ ഇരുന്നു. പോവാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഒത്തിരി വർഷങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ കുറേ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ്, വിശേഷം വെച്ചാൽ മെയിൻ പരദൂഷണം തന്നെയാണ്, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. അവരെന്തായി ഇവരെന്തായി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടെയുള്ള ആൾക്കാരെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. സോ അപ്പോൾ ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പിരിയാനുള്ളൊരു സമയം വന്നു. അങ്ങനെ നെക്സ്റ്റ് ടൈം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോന്നു ഞാൻ അവിടെ നിന്ന്.